എപ്പിസോഡ് ഓപ്പണിംഗ് സീനിലാണെങ്കിൽ സോറോ ഇപ്പൊ ലൂഫിയോടും വയലറ്റിനോടും ഡോഫ്ലമിംഗോയെ തകർക്കാനായിട്ട് പറഞ്ഞു വിടുകയാണ്. സോറോ അവൻ ഒറ്റയ്ക്ക് ഇപ്പൊ പീക്കയായിട്ട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവും. പക്ഷെ പീക്ക അവനാണെങ്കിൽ വിട്ടുകൊടുക്കാതെ ലൂഫിയെയും വയലറ്റിനെയും അവർ രണ്ടുപേരെയും പിടിക്കാൻ ശ്രമിക്കും. അതിന് നമ്മുടെ സോറോ അവനവന്റെ സ്ക്വാഡ് ഉപയോഗിച്ച് ഇപ്പൊ വീണ്ടും പീക്കയെ ഡൈവേർട്ട് ചെയ്യും. അതിനുശേഷം അവനെ പിടിച്ചു വലിച്ച് സ്ക്വാഡ് ഉപയോഗിച്ച് പീക്കയുടെ ഓരോരോ ബോഡി പാർട്സ് ആയിട്ട് വെട്ടി താഴെ ഇടുകയാണ്. പീക്ക എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ അവനെ മുഴുവനായിട്ടും സോറോ തകർത്തില്ലാതാക്കും. അതിനുശേഷം സോറോ അവൻ സ്ക്വാഡൊക്കെ കയ്യിലേന്തി ഇപ്പൊ വെയിറ്റ് ചെയ്യാണ്. എന്തോ ഒന്ന് സംഭവിക്കാൻ പോവാണെന്ന് സോറോയ്ക്ക് നന്നായിട്ട് അറിയാം. സോ ഞാൻ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത് എന്ന് പറഞ്ഞ് സോറോ അവർ തന്നെ കൂടുതൽ ധൈര്യവും ആത്മവിശ്വാസവും കൊടുക്കും. അപ്പൊ അടുത്ത നിമിഷം ചുമരുകളിൽ നിന്ന് ആ പീക്ക അവനങ്ങനെ എടുത്ത് ചാടി വരികയാണ്. സോറോ ആണെങ്കിൽ കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് അവന്റെ സ്ക്വാഡ് എടുത്ത് നെറുകെ ഒരൊറ്റ വെട്ടും. കട്ട് ചെയ്ത ഇവിടെ ആ ലാവോജി അവനാണെങ്കിൽ ടോയ് സോൾജിയറിനെയും ചുറ്റും ഉണ്ടായിരുന്ന ലിറ്റിൽ പീപ്പിൾസിനെയും അവറ്റകളെല്ലാം അങ്ങനെ തല്ലി കൊല്ലുകയാണ്. ആ ലിറ്റിൽ പീപ്പിൾസിന്റെ സൈസ് അത് വളരെ ചെറുതാണെങ്കിലും അവറ്റകളുടെ പവർ വളരെ വലുതാണ്. പക്ഷെ എത്രയൊക്കെ പവർ എടുത്തിട്ടും ലാവോജിയെ തോൽപ്പിക്കാൻ മാത്രം അവരെ കൊണ്ട് കഴിയുന്നില്ല. ഇനിയിപ്പോ എന്താ ചെയ്യുക? ആരെ നമ്മളെ സഹായിക്കാൻ ചിന്തിച്ച് അവർ കൺഫ്യൂസ്ഡ് ആവും. ലാവോജിക്കാണെങ്കിൽ അവറ്റകളെ എല്ലാം കൊല്ലാനുള്ള തീയും ആവേശവും ഓരോ സെക്കൻഡ് കഴിയുന്തോറും കൂടി വരും. ടോയ് സോൾജിയർ ആണെങ്കിൽ ഇപ്പൊ ചാടി എഴുന്നേക്കും. നിർത്തടാ നീ എന്തൊക്കെ ചെയ്തിട്ടും ഒരു കാര്യമില്ല. നിന്നെയും ഡോഫ്ലമിംഗോയും ഞങ്ങൾ തകർക്കുമെന്ന് പറഞ്ഞ് വീണ്ടും അവർ രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടത്തിനൊടുവിൽ ലിഫ്റ്റ് അങ്ങനെ ഉയർന്ന് അവർ ടോപ്പ് ഫ്ലോറിലെത്തും. ഒരു വിധത്തില് അവർ ആ പാലസിന്റെ അടുത്തെത്തി. പക്ഷെ എന്താ നമ്മുടെ ആൾക്കാര് അവർ ആ ലാവോജിയുടെ കയ്യില് പോയിരിക്കുകയാണ്. ലാവോജി ആണെങ്കിൽ നിർത്താതെ അവരെ എടുത്തിട്ട് പൂശിക്കൊണ്ടേയിരിക്കും. ആ ലിറ്റിൽ പീപ്പിൾ ആണെങ്കിൽ ഓടി വന്ന് ഇപ്പൊ ടോയ് സോൾജിയറിനോട് ചോദിക്കും, മാസ്റ്റർ നമുക്ക് ഇവനെ ഒന്നും ചെയ്യാൻ കഴിയില്ലേ? ഇവന്റെ മുൻപിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ എങ്ങനെ ആ ഡോഫ്ലമിംഗോയെ തോൽപ്പിച്ച് നമ്മുടെ ആൾക്കാരെ രക്ഷപ്പെടുത്തും? അപ്പൊ അവിടുന്ന് അങ്ങനെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ആ ട്രേഡ് പോർട്ട് കാണിക്കും. അതിന്റെ തൊട്ടടുത്തായിട്ടാണ് ആ കമ്പനി. ഈ കാണുന്ന ഫാക്ടറിയാണ് മാൻമേഡ് ആയിട്ട് സ്മൈൽ ടേബിൾ ഫ്രൂട്ട് അത് ക്രിയേറ്റ് ചെയ്യുന്ന ഫാക്ടറി. വർഷങ്ങളായി അവിടേക്ക് പുതിയ വർക്കേഴ്സിനെ കൊണ്ടുവന്നിട്ടേ ഇല്ല. അവർ പണ്ട് പിടിച്ചുകൊണ്ട് വന്ന ആ ലിറ്റിൽ പീപ്പിൾസ് അവറ്റകളെ ഉപയോഗിച്ച് തന്നെയാണ് ഇപ്പോഴും അവിടെ ജോലി ചെയ്യിപ്പിക്കുന്നത്. അവരെ അറഞ്ചം പുറഞ്ചോ അടിച്ചും രാപകരില്ലാതെ കഷ്ടപ്പെടുത്തിയുമാണ് അവർ ജോലി ചെയ്യിപ്പിക്കുന്നത്. സോൾജിയേഴ്സ് ആണെങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ട് ഫുഡ് കൊടുക്കില്ല. ആകെ ഒരു നേരം 2 ഫിഷ് മാത്രമാണ് അവർക്ക് കഴിക്കാനായിട്ട് കൊടുക്കുക. വർക്കിൽ സ്പീഡ് അല്പം കുറഞ്ഞ ചാട്ട കൊണ്ട് അടിക്കും. അല്പനേരം ടയർഡായിട്ട് ഇരുന്ന അപ്പോഴും അടികിട്ടും. അതിലൊരു സോൾജിയർ ആണെങ്കിൽ ഇപ്പൊ ദേഷ്യപ്പെട്ട് ആ ലിറ്റിൽ പീപ്പിൾസിനോട് പറയും, മര്യാദയ്ക്ക് നിങ്ങൾ ഈ മരങ്ങളൊക്കെ നന്നായിട്ട് വളർത്തി ഒരുപാട് ഫ്രൂട്ടുകൾ ഞങ്ങൾക്ക് തരണം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിൻസസിനെ അവളെ ഞങ്ങൾ വെറുതെ വിടില്ല. അവൾക്ക് ഓൾറെഡി അസുഖം ബാധിച്ചിരിക്കുകയാണ്. അവൾക്ക് കൊടുക്കേണ്ട മെഡിസിനാണ് ഈ സ്മൈൽ ഫ്രൂട്ട്. അതിനവരും ഓക്കെ പറഞ്ഞ് വീണ്ടും കഷ്ടപ്പെട്ട് പണിയെടുക്കുകയാണ്. ആക്ച്വലി അവരുടെ പ്രിൻസസിന് കൊടുക്കാനുള്ള മെഡിസിനാണ് ഈ സ്മൈൽ ഫ്രൂട്ട് എന്ന് പറഞ്ഞ് അവരെ പറ്റിച്ചാണ് ഈ ജോലികൾ മുഴുവൻ അവരെ കൊണ്ട് കഷ്ടപ്പെടുത്തി ചെയ്യിപ്പിക്കുന്നത്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത റോബിനാണെങ്കിൽ ലിയോയെ അവനങ്ങനെ ഹോൾഡ് ചെയ്ത് അവളുടെ അടുത്തേക്ക് കൊണ്ടുവരും. റോബിനാണെങ്കിൽ അവനോട് പറയും, ആ ട്രബോള് അവൻ നിന്നെ നോട്ടീസ് ചെയ്തോ എന്നെനിക്ക് ചെറിയൊരു സംശയം തോന്നി. നിങ്ങൾ കഴിഞ്ഞ് ഒരുപാട് മടങ്ങ് ചെറുതായ ഒരു ഈച്ചയെ കറക്റ്റായിട്ട് എയിം ചെയ്ത് അടിച്ചവനാണ് ആ ട്രബോൾ. അതുകൊണ്ട് ആദ്യം ആ സ്മൈൽ പെണ്ണിന്റെ അടുത്ത് നിന്ന് ട്രബോളിനെ മാറ്റണം. അതിനുശേഷം മാത്രമേ അവളെ അറ്റാക്ക് ചെയ്യാൻ പാടുള്ളൂ. അവരെങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന കറക്റ്റ് സമയത്ത് നമ്മുടെ പിങ്ക് ആർമി ടീം അവറ്റകളാണെങ്കിൽ ഇപ്പോ ഒരു ഭാഗത്തുള്ള ഡെവിൾ ഫ്രൂട്ടുകൾ അത് നശിപ്പിക്കാനായിട്ട് തുടങ്ങും. റോബിൻ ഓടിപ്പോയി ഇപ്പൊ ട്രബോളിന്റെ അടുത്ത് നിന്ന് ആ ഇൻഫർമേഷൻ അവന് പാസ് ചെയ്യാണ്. ലെഫ്റ്റ് സൈഡിലെ നമ്മുടെ ഡെവിൾ ഫ്രൂട്ട്സ് ആരൊക്കെ നശിപ്പിക്കുകയാണ്. ട്രബോൾ അങ്ങ് എത്രയും വേഗം അവിടേക്ക് പോകണം. ട്രബോൾ ആണെങ്കിൽ ഒരു സെക്കൻഡ് ഇപ്പൊ റോബിനെ അടിമുടിയൊന്ന് നോക്കും. അതിന് നീ ഏതാ? നിന്നെ ഞാൻ ഇതുവരെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് വേറൊരാളായിരുന്നല്ലോ. അതിന് റോബിൻ പറയും, അവൻ 2 ദിവസമായിട്ട് ലൂസ് മോഷൻ വന്ന് ബാത്റൂമിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഡ്യൂട്ടി ഏറ്റെടുത്തത്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ നെഞ്ചെടുപ്പോട് കൂടെ ട്രബോൾ വരുന്നത് അങ്ങനെ കാത്തു നിൽക്കുകയാണ്. ട്രബോൾ ആണെങ്കിൽ മറ്റൊന്നും ആലോചിക്കാതെ ഇപ്പൊ റോബിന്റെ കൂടെ വരികയാണ്. അവിടെയുള്ള 4 സെക്യൂരിറ്റി ഡോറുകൾ അതൊക്കെ കറക്റ്റായിട്ട് ലോക്ക് ചെയ്ത് കീ കയ്യിൽ വെച്ച് റോബിന്റെ കൂടെ നടന്നു വരും. നടക്കുന്ന വഴിയിൽ ആള് തലയൊക്കെ വട്ടം കറക്കി ചുറ്റും എന്തെങ്കിലും അപകടം നടക്കുന്നുണ്ടോ, പ്രശ്നമുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഉസോപ്പിനാണെങ്കിൽ പേടിയാവും. എങ്ങനെ ഞാൻ ആ ട്രബോളിനെ അറ്റാക്ക് ചെയ്യും? എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് ഇത് ചെയ്യാൻ പേടിയാണെന്നൊക്കെ ചിന്തിച്ച് അവൻ പേടിച്ചിരിക്കുകയാണ്. ഉസോപ്പ് ലിയോട് ഫ്രണ്ട്സിനോട് പറയും, നമുക്കൊരു കാര്യം ചെയ്യാം, തൽക്കാലം അവനെ ഫൈറ്റ് ചെയ്യാതെ മാറി നിൽക്കാം. സാഹചര്യമൊക്കെ കറക്റ്റായിട്ട് വരികയാണെങ്കിൽ
നിങ്ങൾ പോയി അവനുമായിട്ട് ഫൈറ്റ് ചെയ്ത് അവനെ തകർക്കണം. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും ഇവിടെ ഇരുന്ന് കട്ടയ്ക്ക് ഞാൻ തരുമെന്ന് പറഞ്ഞ് ഉസോപ്പ് ആണെങ്കിൽ അവരെ ബൂസ്റ്റ് ചെയ്ത് നൈസായിട്ട് പ്രശ്നത്തിലേക്ക് തള്ളി വിടുകയാണ്. ഉസോപ്പിന്റെ വാക്കുകളിലെ കള്ളത്തരവും പൊട്ടത്തരവും ഒന്നും മനസ്സിലാക്കാതെ അവരും ഇപ്പൊ അതിന് ഓക്കെ പറയാണ്. ഉസോപ്പ് ഫുൾ സപ്പോർട്ട് തരും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ ഉസോലാൻഡ് അവരെ പ്രൊട്ടക്ട് ചെയ്യും എന്നൊരു ആത്മവിശ്വാസം അവരുടെ മനസ്സിലിപ്പോൾ ഉണ്ട്. ഞങ്ങളുടെ മാസ്റ്റർ ഞങ്ങളെ തീർച്ചയായിട്ടും പ്രൊട്ടക്ട് ചെയ്യുമെന്ന് പറഞ്ഞ് അവർ ശബ്ദം ഉണ്ടാക്കി ആ ഡോർ വലിച്ചടയ്ക്കും. ആ ശബ്ദം അതാ ടോയാക്കി മാറ്റുന്ന ഷുഗർ പെണ്ണ് അത് അവൾ കറക്റ്റായിട്ട് കേൾക്കും. എന്തോ ഒന്ന് അവിടുന്ന് പാസ് ചെയ്ത് പോകുന്നതായിട്ട് അവൾ നോട്ട് ചെയ്യും. ലിയോയും ടീമും ആണെങ്കിൽ ഇപ്പൊ ഷുഗർ പെണ്ണിന്റെ തൊട്ടടുത്ത് വന്ന് നിൽക്കും. അതിനുശേഷം അവളുടെ കണ്ണിൽ പെടാതെ ലിയോ ആണെങ്കിൽ സെക്കൻഡുകൾക്കുള്ളിൽ ആ ഒരു ഫ്രൂട്ട് അവളുടെ പഴക്കൊട്ടയിൽ വെച്ച് അവിടുന്ന് രക്ഷപ്പെട്ടു വരും. അവളാണെങ്കിൽ അത് ശ്രദ്ധിക്കില്ല. അവൾ ആ കൊട്ടയിലെ പഴം അതൊന്നൊന്നായിട്ട് കഴിക്കുകയാണ്. ഓരോ തവണ അവൾ ഫ്രൂട്ട്സ് എടുത്ത് കഴിക്കുന്തോറും നമ്മുടെ ആൾക്കാർ ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കും ലിയോ വെച്ച ആ ഒരു പോയിസൺ ഫ്രൂട്ട് അവള് എപ്പോൾ കഴിക്കുമെന്ന് അറിയാനായിട്ട്. അങ്ങനെ അവളുടെ വിരൽ കുത്തി ഓരോ ഫ്രൂട്ടുകൾ പതിയെ പതിയെ വായിൽ വെച്ച് ചവച്ചരച്ചിറക്കും. അവൾ അടുത്ത നിമിഷം കറക്റ്റായിട്ട് ലിയോ വെച്ച ആ ഒരു ഫ്രൂട്ട് കയ്യിലെടുക്കും. അതിനെ സൂക്ഷിച്ചു നോക്കി അവൾ ദൂരേക്ക് വലിച്ചെറിയാണ്. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ അത് കണ്ട് ചത്താ മതിന്നാവും. ലിയോ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് ഓ എന്ന് വിളിച്ചു പോവും. കാരണം അവരുടെ ഫസ്റ്റ് പ്ലാൻ തന്നെ ഇപ്പൊ ഫ്ലോപ്പ് ആയിരിക്കുകയാണ്. എത്രയും വേഗം എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ കംപ്ലീറ്റ് പ്ലാൻ പൊളിയും. നോക്കിയിരുന്നിട്ട് കാര്യമില്ല. അവളെ സ്ട്രെയിറ്റ് പോയി അറ്റാക്ക് ചെയ്ത് നശിപ്പിക്കണം എന്ന് പറഞ്ഞ് ലിയോയും ടീമും അവർ അറ്റാക്ക് ചെയ്യാനായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് അവളുടെ മുൻപിലേക്ക് വന്ന് നിൽക്കുകയാണ്. ഉസോപ്പിനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാര്യങ്ങൾ കൈവിട്ടു പോവാണ്. അവർ സ്ട്രെയിറ്റ് ആയിട്ട് അവളെ അറ്റാക്ക് ചെയ്യാൻ പോവാണ്. ഇനി എന്ത് വേണമെങ്കിലും ഇവിടെ സംഭവിക്കാം. ഇവിടെ ലിയോ ആണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് പറയും, നീയാണ് എല്ലാ പ്രശ്നത്തിനും കാരണക്കാരി. ഞങ്ങളുടെ ഫ്രണ്ട്സ് അവർ ഒരുപാട് വർഷമായി കഷ്ടപ്പെട്ട് ഇവിടെ ജോലി ചെയ്യാണ്. ആദ്യം ഞങ്ങൾ നിന്നെ അടിച്ചു തകർക്കും, അതിനുശേഷം അവരെ ഞങ്ങളെ രക്ഷിക്കും. അതിനവൾ സിമ്പിൾ ആയിട്ട് അവരെ കൺവിൻസ് ചെയ്യും. അയ്യോ ഇല്ല ഇല്ല, നിങ്ങൾ പറയുന്ന കാര്യമൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ആരെയും എനിക്കറിയില്ല. ഞാൻ ആരെയും ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അത് കേൾക്കേണ്ട താമസം നമ്മുടെ ലിയോയും ടീമും അത് വിശ്വസിക്കുകയാണ്. അതിന് ഉസോപ്പ് വിളിച്ചു പറയും, ലിയോ അവള് പറയുന്ന കാര്യം വിശ്വസിക്കാൻ പാടില്ല. അവള് നിങ്ങളെ പറ്റിക്കാൻ നോക്കുകയാണ്. ഉസോപ്പ് ഒരുപാട് ദൂരത്തായതുകൊണ്ട് തന്നെ അവൻ വിളിച്ചു പറയുന്ന കാര്യങ്ങളൊന്നും ഇപ്പൊ ലിയോയും ടീമും കറക്റ്റായിട്ട് കേൾക്കില്ല. ലിയോ ആണെങ്കിൽ വീണ്ടും അവളോട് പറയും, ഞങ്ങളുടെ ഫ്രണ്ട്സ് ഒരുപാട് പേര് ഇവിടെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അവരെ ഞങ്ങൾക്ക് തിരികെ തരികയാണെങ്കിൽ യാതൊരു പ്രശ്നം ഉണ്ടാക്കാതെ ഞങ്ങൾ ഇവിടുന്ന് കടന്നു പോകും. അതിന് അവള് പറയും, നിങ്ങൾ കരുതും പോലെ ഇവിടെ ആരുമില്ല. വർഷങ്ങളായി നിങ്ങൾ പാലസിലേക്കോ അല്ലെങ്കിൽ ടെസറാസോ ഐലാൻഡിലേക്കോ വന്നിട്ട് അങ്ങനെയുള്ള നിങ്ങളെ ഇങ്ങനെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കണമെങ്കിൽ അതിനു പിന്നിൽ ആരോ ഉണ്ട്. സത്യം പറയും, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആരാ പറഞ്ഞു തന്നത്? നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് അതാരാണ് ചോദിച്ച് അവളുടെ ഫ്രൂട്ട്സ് കൊട്ട അത് ദൂരേക്ക് വലിച്ചെറിയും. പക്ഷെ ലിറ്റിൽ പീപ്പിൾ ആണെങ്കിൽ അതിന് മറുപടി പറയാതെ അവൾ അറ്റാക്ക് ചെയ്യാനായിട്ട് ഓടി അടുക്കും. അവളുടെ കൈ വീശി അറ്റാക്ക് ചെയ്യാൻ വന്നവരിൽ പകുതി പേരെ ടോയ്സ് ആക്കി മാറ്റുകയാണ്. അതിനുശേഷം അവരെ തന്നെ ബാക്കിയുള്ളവർക്കെതിരായിട്ട് അറ്റാക്ക് ചെയ്യാൻ സജ്ജരാക്കും. ഉസൂപ്പിനാണെങ്കിൽ ഇവിടെ എന്താ നടക്കണമെന്ന് മനസ്സിലാവില്ല. ലിയോയും ബാക്കിയുള്ളവരും അവളുടെ പവറും കഴിവൊക്കെ കണ്ട് പേടിച്ചു വരച്ച് നിൽക്കുകയാണ്. ആ ലിറ്റിൽ ടോയ്സ് ആണെങ്കിൽ വേറെ വഴിയില്ലാതെ ലിറ്റിൽ പീപ്പിൾസുമായിട്ട് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ഷുഗർ ഉടനെ ഫോൺ എടുത്ത് ഇപ്പൊ ട്രബോളിനെ കോണ്ടാക്ട് ചെയ്യും. ഇതൊരു വലിയ ട്രാപ്പാണ്, എത്രയും വേഗം നീ തിരികെ വരണം. ഇവിടെ ട്രബോൾ ആണെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് റോബിനെ നോക്കും. റോബിൻ ആണെങ്കിൽ ദൂരത്തായിട്ട് ആ ബീസിനെ കാണിച്ചു കൊടുക്കും. ട്രബോൾ ആ ബീസുള്ള ഭാഗത്തേക്ക് വന്ന് അവിടുത്തെ സോൾജിയേഴ്സിനോട് കാര്യം തിരക്കും. അതിനാ സോൾജിയേഴ്സ് പറയും, കുഴപ്പമൊന്നുമില്ല, ഒരുപാട് ബീസ് ഇവിടേക്ക് വന്ന് ഞങ്ങൾ അറ്റാക്ക് ചെയ്യാണ്. ഞങ്ങളെ കൊണ്ട് കഴിയും പോലെ അവറ്റകളെ ഞങ്ങള് തിരികെ അറ്റാക്ക് ചെയ്തു. ആ ഗ്യാപ്പിൽ ഇപ്പൊ റോബിൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. അത് കണ്ട് ട്രഫോൾ ആണെങ്കിൽ ചാടി വീണ് റോബിനെ ക്യാച്ച് ചെയ്യാണ്. പക്ഷെ അത് റിയൽ റോബിൻ അല്ല, റോബിന്റെ വെറൊരു ക്ലൗൺ ആണ്. ട്രബോൾ ആണെങ്കിൽ സ്ട്രോ ഹാറ്റ് പൈററ്റ്സിന്റെ ലിസ്റ്റ് അത് ചെക്ക് ചെയ്യും. അപ്പോൾ അവൾക്ക് പിടികിട്ടും അത് റോബിൻ തന്നെയാണെന്ന്. വമ്പം കലിപ്പിൽ ട്രബോള് അവൻ വലിയൊരു കപ്പലെടുത്ത് ആ ബിൽഡിങ്ങിൽ ആഞ്ഞടിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോ.